വയനാട് പൂക്കോട് സർവകലാശാലയിലെ ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഡീൻ ഡോക്ടർ എം.കെ. നാരായണനെ തരം താഴ്ത്തും. ഡീൻ പദവിയിൽ നിന്ന് തരം താഴ്ത്തി പ്രൊഫസറായി സ്ഥലം മാറ്റി നിയമിക്കും. അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനും സ്ഥലം മാറ്റമുണ്ടാകും. സുജിത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. സുജിത്ത്, ഈ തീരുമാനങ്ങളൊക്കെ എപ്പോൾ പ്രാബല്യത്തിൽ വരും? സുജിത്ത്, ഉന്മേഷ, തിങ്കളാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ ജെ.എസ്. സിദ്ധാർത്ഥനെ റാഗിങ്ങിന് ഇരയായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ നടപടി. കോളേജ് ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനുമെതിരെയുള്ള വകുപ്പ് തല നടപടിക്കാണ് സർവകലാശാല ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗം ഇന്ന് അംഗീകാരം നൽകിയിരിക്കുന്നത്. നിലവിൽ സസ്പെൻഷനിലായ ഡീൻ ഡോക്ടർ എം.കെ. നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ. കാന്തനാഥൻ എന്നിവരെ തരം താഴ്ത്താനും സ്ഥലം മാറ്റാനുമുള്ള ശുപാർശയാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗം അന്തിമമാക്കിയത്. ഡീൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയ നാരായണന് 3 വർഷത്തേക്ക് ഭരണ ചുമതല നൽകില്ല. കാന്തനാഥന്റെ സ്ഥാനക്കയറ്റം 2 വർഷത്തേക്കും തടഞ്ഞുവെക്കും. അതോടൊപ്പം തന്നെ നാരായണനെയും കാന്തനാഥനെയും പൂക്കോട് ക്യാമ്പസിൽ നിന്ന് സ്ഥലം മാറ്റാനുള്ള ശുപാർശയും ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗീകരിച്ചു. ഈ നടപടി പ്രാബല്യത്തിലാക്കിയുള്ള ഉത്തരവ് അടുത്ത ദിവസം തന്നെ നാരായണനും കാന്തനാഥനും കൈമാറും. ഇരുവർക്കും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഡോക്ടർ കെ.സി. ബിബിൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ എ.ആർ. ശ്രീരഞ്ജിനി, സി.ആർ. സന്തോഷ് എന്നിവരടങ്ങിയ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പ് തല നടപടി വേണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കിയെന്ന സത്യവാങ്മൂലം സർവകലാശാല അധികൃതർ തിങ്കളാഴ്ച കോടതിയിൽ നൽകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ വെറ്റിനറി സർവകലാശാലയിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ രജിസ്ട്രാർ, റാഗിംഗ് തടയുന്നതിന് ചുമതലയുള്ള അക്കാദമിക് ആൻഡ് റിസർച്ച് ഡയറക്ടർ, അതോടൊപ്പം ഡയറക്ടർ ഓഫ് എന്റർപ്രണർഷിപ്പ്, സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ എന്നിവരെ ഒഴിവാക്കിയുള്ള അന്വേഷണവും വകുപ്പുതല നടപടിയും ഏകപക്ഷീയമെന്ന് ചൂണ്ടിക്കാട്ടി നാരായണനും കാന്തനാഥനും വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് യോഗത്തിൽ ചർച്ചയായി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിൽ മറ്റാരെയും കൊണ്ടുവരേണ്ട എന്നുള്ള വികാരത്തിനായിരുന്നു യോഗത്തിൽ മേൽക്കൈ. ഇതേ തുടർന്നാണ് 2 പേർക്കുമെതിരെ മാത്രം ഈ നടപടി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ശരി, സുജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാത്യു പി പറയുന്നത് തരം താഴ്ത്തുകയല്ല ചെയ്യേണ്ടത്, പറഞ്ഞ് വീട്ടിൽ വിടണമെന്നുള്ളതാണ്. അത് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.